225 രൂപ വരുന്നുണ്ട്. പക്ഷെ 200 ഐസ് ഫ്രീ ആണ്. അപ്പൊ നമ്മൾ 200 രൂപയ്ക്ക് നമ്മള് കിളിമീനാണ്, നല്ല കിളിമീൻ 120 രൂപയ്ക്ക് ഇതുപോലത്തെ കൊഴുകോടുകൾ, ഇതുപോലത്തെ അതിനുണ്ട് 250 ഐസ് ഫ്രീ ഉണ്ട്. എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ കുന്നപ്പള്ളിയിലാണ്. ഈ കുന്നപ്പള്ളിയിലൊരു പ്രത്യേകതയുണ്ട്. കുന്നപ്പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മേലൂരിൻ്റെ ഒരു ക്യാപിറ്റലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കറിയാം നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ചായക്കടകളും മീൻകടകളും പലഹാരക്കടകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ കുന്നപ്പള്ളിയിലെ മീൻകടയ്ക്കും പലഹാരക്കടയ്ക്കും ചായക്കടയ്ക്കുമെല്ലാം പ്രത്യേകതയുണ്ട്. എന്താ സംഭവം എന്നറിയോ? വയനാടിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ DYFI പ്രവർത്തകരും ഇവിടുത്തെ നാട്ടുകാരും ചേർന്ന് അവിടെ ഒരു മീൻകടയും അതിൻ്റെ തൊട്ടടുത്തൊരു ചായക്കടയും പലഹാരക്കടയും ഇട്ടിട്ടുണ്ട്. നല്ല സൂപ്പർ ചായയും പഴംപൊരിയും നല്ല പടക്കണ കിളിമീനും വാങ്ങിച്ചുകൊണ്ട് പോകാം. സംഭവം ഇതിൻ്റെ ലാഭം മുഴുവനും വയനാട്ടിലേക്കാണ് പോകുന്നത്. വയനാട് ഒറ്റപ്പെടുകയല്ല, സ്നേഹം കൊണ്ട് ചുറ്റപ്പെടുകയാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കുന്നപ്പള്ളി DYFI യൂണിറ്റ് ഒരുക്കുന്ന ചായക്കടയും മീൻകടയും പലഹാരക്കടയും റെഡിയാണ്. ആളുകൾ വളരെ ഉഷാറിലാണ്. ഇവിടെ ധാരാളം ആളുകൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ഈ പലഹാരക്കടയിൽ നിന്നും ചായക്കടയിൽ നിന്നും മീൻകടയിൽ നിന്നും മീനും ചായയും പലഹാരവും വാങ്ങിക്കാൻ, ഒപ്പം വയനാട് ജനതയെ ദുരന്തബാധിതരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ മേലൂരിലെ ഉഷാറായിട്ടുള്ള കുന്നപ്പള്ളിയിലെ DYFI യൂണിറ്റ് പ്രവർത്തകർ ഒരുക്കുന്ന ഈ വ്യത്യസ്തമായ പരിപാടിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. വാങ്ങിക്കാം മീനും പലഹാരവും ചായയും, വയനാട്ടിലുള്ളവരെ സഹായിക്കാനും ഹൃദയത്തോട് ചേർത്ത് നിർത്താനും. ഇതാ നമുക്ക് ആ ചായക്കടയിലേക്കും പലഹാരക്കടയിലേക്കും അതുപോലെ തന്നെ മീൻകടയിലേക്ക് നമുക്ക് കടന്നെല്ലാം എന്തായി കച്ചവടം എന്ന് നമുക്ക് നോക്കാം. വയനാട്ടിലെ ജനങ്ങളെ, എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി കേരളമാകെ വ്യത്യസ്തമായ പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുന്നപ്പള്ളിയിൽ DYFIയുടെ നേതൃത്വത്തിൽ ആർക്കും ഒരു വലിയ സാമ്പത്തിക ബാധ്യത വരുത്താതെ മീൻതട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചായയും പലഹാരങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇഷ്ടമുള്ള തുക നമ്മുടെ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിക്ഷേപിച്ചിട്ടാണ് ആളുകൾ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ മാതൃകാപരമായ പ്രവർത്തനത്തിനാണ് കുന്നപ്പള്ളി ഇന്ന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. നല്ല ജനകീയ പങ്കാളിത്തത്തോടെ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഈ വാർഡിലെ എല്ലാ വീടുകളിലേക്കും നമ്മൾ മീനിൻ്റെ ഓർഡർ എടുത്ത് നമ്മൾ നൽകുന്നുണ്ട്. നമ്മൾ ഹോം ഡെലിവറി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ തട്ടിട്ട് പരസ്യമായി ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മികവാർന്ന ഒരു പ്രവർത്തനത്തിന് ഇന്ന് കുന്നപ്പള്ളി സാക്ഷ്യം വഹിക്കുകയാണ്. വയനാട് ഒറ്റപ്പെടുകയല്ല, അവരെല്ലാവരും ചേർത്ത് പിടിക്കുകയാണ്. വയനാടിനെ സംരക്ഷിക്കാനും അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സ്വരൂപിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്നിവിടെ ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഡാർക്ക ദേ ഇങ്ങോട്ട് നോക്കിയേൻ, ഇതാണ് ഈ കുന്നപ്പള്ളി. ഏത് കുന്നപ്പള്ളി? അടിച്ചിലി പൂലാനി കുന്നപ്പള്ളി, അതിലെ കുന്നപ്പള്ളി. ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ ഉണ്ടായ പിന്നെ വയനാട് ഒറ്റപ്പെടും. എൻ്റെ ചേട്ടന്മാരെ, സ്നേഹം കൊണ്ട് ചുറ്റപ്പെടുകയല്ലേ. ആകെ ടോട്ടൽ മൊത്തം 400 കിലോ മീനാ വാങ്ങി നമ്മുടെ കുന്നപ്പള്ളിക്കാർ. കുന്നപ്പള്ളിയിലെ എല്ലാ വീടുകളിലും ഓർഡർ റെഡി. അപ്പം മീൻകട സെറ്റായി. പിന്നെ നമ്മുടെ കുന്നപ്പള്ളിയിലെ ചേട്ടന്മാരുടെ വായോ വിളികളും സംഗതികളൊക്കെ ഉഷാറായി കഴിഞ്ഞപ്പോൾ മീൻ വിൽപ്പന കിടുവായി ഉഷാറായി. ഒരു വശത്ത് മീൻ വിൽപ്പന, മറുവശത്ത് മീൻ പാഴ്സൽ ചെയ്ത് വീടുകളിലേക്ക് എത്തിക്കുന്ന DYFI യൂത്ത് ബ്രിഗേഡ് സെറ്റായി. ഒരു നാടിനെ ആശ്വസിപ്പിക്കാൻ കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് നമ്മുടെ ചാലക്കുടിയാറിൻ്റെ തീരത്ത് കിടക്കുന്ന കുന്നപ്പള്ളിക്കാർക്ക് ഇങ്ങനെയെങ്കിലും ചെയ്യാൻ തോന്നിയല്ലോ. മീൻകട മാത്രം മതിയോ എൻ്റെ ചേട്ടന്മാരെ? മതിയാവില്ലല്ലോ. ദാ കിടക്കണു ചായക്കട. ചായ അടിക്കണ ചേട്ടനെ നോക്കിയാൽ തൊട്ടടുത്ത് പഴംപൊരി വിൽക്കണ ചേട്ടന്മാർ. മീൻകട പ്ലസ് ചായക്കട പ്ലസ് പലഹാരം. സംഭവം ആകെ ടോട്ടൽ മൊത്തം കുന്നപ്പള്ളി ജംഗ്ഷൻ ഉണർന്നു ഉഷാറായി. സാധാരണക്കാരായ ആൾക്കാരാണ് മുണ്ട് മുറുക്കിയെടുത്ത് പണിയെടുത്ത് വിയർപ്പിൻ്റെ മണമുള്ള നോട്ടുകളായിട്ട് വരുന്നത്. ചിലർ നുള്ളിപ്പെറുക്കി വെച്ചിരിക്കുന്ന നാണയത്തുട്ടുകൾ വരെ വയനാട് ദുരന്തബാധിതർക്ക് നൽകി. എന്തായാലും ഇതാണ് കുന്നപ്പള്ളി. ഇതിങ്ങനെയൊക്കെയാണ് കുന്നപ്പള്ളിക്കാരുടെ ചാരിറ്റി ആക്ടിവിറ്റീസ് അഥവാ ജീവകാരുണ്യ പ്രവർത്തനം. കിടക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. ഉയരെ വെള്ള കൊടി വാറട്ടെ, ഉയരിൻ ചോര തിളച്ചുയരട്ടെ, ഇൻക്ലാബ് സിന്ദാബ. ചായക്കടയിൽ നിന്ന് ചായ മേടിച്ച് പഴംപൊരിയും തിന്ന് 1 കിലോ മീനും വാങ്ങിച്ച് കാശ്, തുട്ട്, പണം എന്നിവ വയനാട്ടിലേക്കുള്ള പെട്ടിയിലിട്ട് നമ്മുടെ കുന്നപ്പള്ളിക്കാർ സ്കൂട്ടാവാൻ കേട്ടോ ഗടികളെ. സംഗതി ജോറായി, കിടുവായി, കളറായി. സന്മനസ്സുള്ള കുന്നപ്പള്ളിക്കാർക്ക് സമാധാനവും സന്തോഷവും എന്നെന്നുണ്ടാവട്ടെ.
DYFI 25 വീടുകൾ അവിടെ വെച്ചു കൊടുക്കും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനാവശ്യമായ ഫണ്ട് സമാഹരണം കേരളത്തിലാകമാനം DYFI പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 17 ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിലെ ചൂരൽമലയുടെ അടിവാരം ഗ്രാമപ്രദേശമായ മുണ്ടകൈ തുടച്ചു നീക്കപ്പെട്ടു. ഉരുൾപൊട്ടലിൽ അർദ്ധരാത്രി ഉണ്ടായിരുന്ന ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് മനുഷ്യജീവനുകളാണ് നഷ്ടപ്പെട്ടത്. ഏതാണ്ട് 600ഓളം കുടുംബങ്ങൾ തന്നെ തുടച്ചു നീക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കേരളം മുൻപും പ്രളയ സമയത്തും കോവിഡ് സമയത്തും വലിയ ദുരിതവും അനുഭവിക്കുന്ന സന്ദർഭത്തിൽ കേരള ജനതയെ ചേർത്ത് പിടിക്കാൻ DYFI പോലുള്ള യുവജന പ്രസ്ഥാനം കാണിച്ച ത്യാഗനിർഭരമായ പങ്കിനെ ലോകം തന്നെ അംഗീകരിച്ചതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇവിടെ കൂലിപ്പണി ചെയ്തും അതുപോലെ വാർക്കപ്പണി ചെയ്തും മീൻ വിറ്റും പഴയ സാധനങ്ങൾ സമാഹരിച്ചും അങ്ങനെ ഒട്ടേറെ രീതികളിൽ സമ്പ്രദായങ്ങളിൽ ആണ് പണം സമാഹരിക്കപ്പെടുന്നത്. ഈ സമാഹരിക്കപ്പെടുന്ന പണം ഒരു നയാ പൈസ പാഴാകാതെ കൃത്യമായി പ്രഖ്യാപിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന ഉറപ്പാണ്. ഇങ്ങനെ കോടിക്കണക്കിന് പണം ഇങ്ങനെ സമാഹരിക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങൾ നൽകുന്ന പിന്തുണ DYFIയോട് ജനങ്ങൾക്കുള്ള വിശ്വാസ്യതയുടെ കൂടി തെളിവായി ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംസ്ഥാനത്താകെ DYFI നടത്തുന്ന ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുന്നപ്പള്ളിയിലെ യുവാക്കളുടെ ഈ കൂട്ടായ്മ ഇപ്പോൾ സംഘടിപ്പിക്കുന്ന ഈ ധനസമാഹരണ പദ്ധതി പ്രവർത്തനങ്ങൾ ഞാൻ അങ്ങേയറ്റം ശ്ലാഘിക്കുകയാണ്, അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ വയനാട് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ കുന്നപ്പള്ളി ഭാഗത്തുനിന്നുണ്ട്.